Hi friends, today we discuss about the topic planning of experiments. Planning of controlled experiments in biology. Scientific experiments must be very carefully planned and designed following certain procedures to make them ideal for testing hypotheses, measuring variables or collecting data. For planning an experiment, the following points should be remembered. First point, keep everything unchanged except for the single variable that is subjected to testing. ടെസ്റ്റിങ്ങിന് വിധേയമായിട്ടുള്ള സിംഗിൾ വേരിയബിൾ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ നമ്മൾ മാറ്റമില്ലാതെ സൂക്ഷിക്കണം. സെക്കൻഡ് പോയിന്റ്, എ കൺട്രോൾ ഗ്രൂപ്പ് ഷുഡ് ബി യൂസ്ഡ് വെൻ കണ്ടക്ടിങ് എൻ എക്സ്പെരിമെൻറ്റ്. ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉപയോഗിക്കണം. ആൻഡ് ദിസ് ഗ്രൂപ്പ് റിസീവ്സ് ദ സെയിം അറ്റൻഷൻ ഹാസ് ദ ടെസ്റ്റ് ഗ്രൂപ്പ്സ്. ടെസ്റ്റ് ഗ്രൂപ്പ്സിന് കിട്ടുന്ന അതേ സെയിം അറ്റൻഷൻ തന്നെയാണ് ഈ കൺട്രോൾ ഗ്രൂപ്പിനും കിട്ടുന്നത്. Example, test the plant extract A has the property to kill mosquito larva. ഒരു പ്ലാന്റ് എക്സ്ട്രാക്റ്റ് ഉണ്ട്, അതിന് നമ്മൾ എ എന്ന് വിളിച്ചു. അപ്പോൾ പ്ലാന്റ് എക്സ്ട്രാക്റ്റ് എ, അതിന് മൊസ്കിറ്റോൻ്റെ ലാർവേനെ കിൽ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ടോ എന്നതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു വിശ്വാസമുള്ളൊരു കാര്യം, ജസ്റ്റ് ഹൈപ്പോത്തിസിസ് മാത്രമാണ്, നമ്മൾ എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്ത് അത് കണ്ടുപിടിച്ചിട്ടില്ല. At a certain dosage, the plant extract A causes 100% mortality of mosquito larva. ഒരു സർട്ടൺ ഡോസിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് എക്സ്ട്രാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100% മൊസ്കിറ്റോ ലാർവേനെ കിൽ ചെയ്യുന്നുണ്ട് എന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഒരു തിയറിയാണ്, നമുക്കതിന് സയൻറ്റിഫിക് പ്രൂഫ് ഒന്നും ഇല്ല. നെക്സ്റ്റ് ടെസ്റ്റ് വേരിയബിൾ. ടെസ്റ്റ് വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്ലാന്റ് എക്സ്ട്രാക്റ്റ് അറ്റ് വേരിയസ് ഡോസസ്. പ്ലാന്റ് എക്സ്ട്രാക്റ്റിനെ വേരിയസ് ഡോസിൽ നമ്മൾ കളക്ട് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ പരീക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എക്സ്ട്രാക്റ്റ് കൊണ്ട് ഏതൊക്കെ ലെവലിൽ മൊസ്കിറ്റോ ലാർവേനെ കില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് അറിയണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പരീക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പരീക്ഷിക്കാൻ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് മൊസ്കിറ്റോ ലാർവ കളക്ട് ചെയ്യണം, എന്നാലല്ലേ നമുക്ക് അതിലേക്ക് പ്ലാന്റ് എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്തിട്ട് എത്രത്തോളം മൊസ്കിറ്റോസ് ചാവുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന മൊസ്കിറ്റോ ലാർവ എന്ന് പറയുന്നത് സെയിം സ്പീഷ്യസിൽ നിന്നായിരിക്കണം. ഓൾ മൊസ്കിറ്റോ ലാർവ ഷുഡ് ബിലോങ് ടു ദ സെയിം സ്പീഷ്യസ്. അതാണ് ഒന്നാമത്തെ കാര്യം. അതെന്തുകൊണ്ടാണ് സെക്കൻഡ് പോയിന്റിലാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഈ ലാർവയുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് സെയിം ആയിരിക്കണം. അപ്പോൾ സെയിം സ്പീഷ്യസിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് സെയിം ആയിരിക്കും, ഏകദേശം സെയിം ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ആയിരിക്കും. അപ്പോൾ ദ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ഓഫ് ഓൾ ലാർവ ഷുഡ് ബി സെയിം. നെക്സ്റ്റ് പോയിന്റ്, നമ്പർ ഓഫ് ലാർവ ഷുഡ് ബി സെയിം ഇൻ ഓൾ ടെസ്റ്റ് ആൻഡ് ദ കൺട്രോൾ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു നമ്മൾ ചെയ്യുന്നത് ടെസ്റ്റ് ട്യൂബിലാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്, 4 ടെസ്റ്റ് ട്യൂബിലാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ എത്ര ഇപ്പോൾ 10 ml മൊസ്കിറ്റോ ലാർവ എടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിലും തേർഡിലും ഫോർത്തിലും ഒക്കെ ഈ 10 ml തന്നെ എടുക്കണം, സെയിം ആയിരിക്കണം. ഇനി നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിസ്റ്റിൽഡ് വാട്ടർ ആയിരിക്കണം, അതുപോലെ അത് എടുക്കുന്ന സോഴ്സും സെയിം ആയിരിക്കണം, അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയും സെയിം ആയിരിക്കണം. പിന്നെ നമ്മൾ ഏകദേശം ഒരു ടൈം പറയുന്നത് 24 hours ആയിരിക്കണം. പിന്നെ ഒരു ഗ്രൂപ്പ് നമ്മളൊരു കൺട്രോൾ ഗ്രൂപ്പായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം, അതിലേക്ക് നമ്മൾ പ്ലാന്റ് എക്സ്ട്രാക്റ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട, ഒരു കൺട്രോൾ ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. സെറ്റ് 1 ഗ്രൂപ്പ് ആസ് എ കൺട്രോൾ ഗ്രൂപ്പ്. ദിസ് ഗ്രൂപ്പ് ഷുഡ് നോട്ട് ഹാവ് ദ പ്ലാന്റ് എക്സ്ട്രാക്റ്റ്. നെക്സ്റ്റ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് 24 hours ഒബ്സർവ് ചെയ്യാം. അപ്പോൾ ഓരോ ഡോസിലും എത്രത്തോളം ലാർവ മരിച്ചു അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓരോ ഡോസിലും എത്രത്തോളം ലാർവ മരിച്ചു എന്ന് നോക്കുക. അതുപോലെ നമ്മൾ കൺട്രോളിൽ വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് മോർട്ടാലിറ്റി ഓഫ് മൊസ്കിറ്റോ ലാർവ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ അനാലിസിസ് ഓഫ് ഡാറ്റയിൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് എന്താണ്, പ്ലാന്റ് എക്സ്ട്രാക്റ്റ് എ കൊണ്ട് ലാർവ മരിക്കുന്നുണ്ടോ, അതാണ് നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത്. പ്ലാന്റ് എക്സ്ട്രാക്റ്റ് എ കൊണ്ട് ലാർവ മരിക്കുന്നുണ്ടോ, ഡിഡ് ലാർവ ഡൈ വിത്ത് ദ പ്ലാന്റ് എക്സ്ട്രാക്റ്റ് എ. അതിനുശേഷം ഈ 100% മോർട്ടാലിറ്റിക്ക് കാരണമായ ഏറ്റവും ലോവസ്റ്റ് ഡോസേജ് ഏതാണ്, ഈ 2 കാര്യങ്ങളാണ് നമുക്ക് കൺക്ലൂഷനിൽ അറിയേണ്ടത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എക്സാമ്പിളിൽ വരുന്നത്. നെക്സ്റ്റ്, എക്സ്പെരിമെൻ്റൽ റിക്വയർമെൻറ്റ്സ്. സം കണ്ടീഷൻസ് ആർ നീഡഡ് ഫോർ ക്യാരിങ് ഔട്ട് എക്സ്പെരിമെൻറ്റ്സ്, എസ്പെഷ്യലി ഫോർ കളക്ടിങ് ഡാറ്റ. Data are collected with or without the help of advanced instruments such as microscope, telescopes, etc. Light microscope, space contrast microscope, electron microscope, etc. are examples of microscope.
For measurement and analysis, equipments like measuring cylinder, micrometer, etc. are used. For the recording of physical and chemical parameters, an array of instruments are used in biological experiments. Spectrophotometer, pH meter, thermometer, etc. are some of them. Besides instruments are also required for processing of experimental materials. Water bath, autoclaves, etc. are examples of such supporting instruments. Thermocyclers, DNA sequencers, etc. are the essential instrumental requirements in modern biological and biotechnological laboratories. Documentation of experiments. Careful documentation of all the details of an experiment and the subsequent reporting of these details in a written form are the integral parts of high quality research. എക്സ്പീരിമെൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തുകയും കൂടാതെ ഈ ഡീറ്റെയിൽസൊക്കെ റിട്ടേൺ ഫോമിൽ റിപ്പോർട്ട് ചെയ്യുകയും നമുക്കൊരു ഹൈ ക്വാളിറ്റി റിസർച്ചിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമാണ്. സച്ച് ഡോക്യുമെൻറ്റേഷൻ ഈസ് നെസസറി ഫോർ ദ പബ്ലിക്കേഷൻ ഓഫ് ദ റിസർച്ച് ഔട്ട്കം ആൻഡ് ഓൾസോ ഫോർ ഫ്യൂച്ചർ റെഫറൻസ് ആൻഡ് വേരിഫിക്കേഷൻ. ഫ്യൂച്ചർ റെഫറൻസിനും വേരിഫിക്കേഷനും പബ്ലിക്കേഷൻ ഓഫ് ദ റിസർച്ച് ഔട്ട്കമ്മിനും ഈ ഡോക്യുമെൻറ്റേഷൻ ആവശ്യമാണ്. Documentation could be in the form of logbook or notebook. Logbook is a detailed private diary about the experiment. Until recently, it was a written document, but at present, all the details about an experiment are stored or hyperlinked in a single digital document. ഈ അടുത്ത കാലം വരെ ഇത് റിട്ടേൺ ഡോക്യുമെൻ്റ് ആയിരുന്നു. എന്നാൽ നിലവിൽ ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരൊറ്റ ഡിജിറ്റൽ രേഖയിൽ സൂക്ഷിക്കുകയോ ഹൈപ്പർലിങ്ക് ചെയ്യുകയോ ചെയ്യുന്നു. Notebook is similar to logbook. A well-kept notebook is a detailed record of a daily work of a research project. It contains all details about the experimental setup, the data collected, explanation of the analysis, procedures used, and the result obtained. Another important aspect of a scientific notebook is that it is a permanent record, which can't be altered in any way. Erasing or removing the information entered in a notebook is not allowed. Alterations and manipulations in the notebook are also serious offense. Next we discuss scientific paper. The fruits of a scientific work has to be shared by the whole human society. So the result and conclusion of scientific experiments are published as books and scientific papers and are presented in seminars and conferences. In any case, a detailed report of the whole work is prepared as a standard format. It is called scientific paper. നമ്മളൊരു സയൻറ്റിഫിക് എക്സ്പീരിമെൻറ്റ്സ് നടത്തുമ്പോൾ അതിൻ്റെ റിസൾട്ടും കൺക്ലൂഷനും ബുക്സായിട്ടും സയൻറ്റിഫിക് പേപ്പേഴ്സായിട്ടും പബ്ലിഷ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ സെമിനാർസിലും കോൺഫറൻസിലും അത് പ്രസൻറ്റ് ചെയ്യും. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സയൻറ്റിഫിക് പേപ്പർ. അതിനെയാണ് സയൻറ്റിഫിക് പേപ്പർ എന്ന് പറയുന്നത്. And it is written and published document of the original report. An international pattern has been evolved for the preparation of scientific paper. According to it, a scientific paper has 4 major sections: introduction, methodology, result, and discussion. In an abbreviated form, it is called IMRAD pattern. Scientific paper essentially has 3 major sections: preliminaries, text, and bibliography. Preliminaries include the title page, acknowledgement, table of contents, and substract. Title page. Title page is the first facing page. It contains the title of the project, the name of those who undertaken the study, the purpose for which the study has been made and the paper is presented, the name of the recognized institution to which the paper or thesis is submitted, and the date of the presentation or submission. Title page എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസിംഗ് പേജ് ആണ്. അതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ ടൈറ്റിൽ ഓഫ് ദ പ്രൊജക്റ്റ്, രണ്ടാമത് ആരാണോ ആ സ്റ്റഡി കണ്ടക്ട് ചെയ്തിരിക്കുന്ന ആ വ്യക്തിയുടെ പേര്, മൂന്നാമത് ആ സ്റ്റഡി നടത്തുന്നതിൻ്റെ പർപ്പസ്, നാലാമത് എവിടെയാണോ നമ്മൾ ആ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്, അഞ്ചാമത് ആ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ്. ഇത്ര കാര്യങ്ങളൊക്കെയാണ് ടൈറ്റിൽ പേജിൽ വന്നിരിക്കുന്നത്. അടുത്തത് എക്നോളജ്മെൻ്റ് ആണ്. Acknowledgement is the placing on record of the names of the persons, institutions, agencies, etc. in recognition and gratitude of the guidance, help, facilities, etc. they have provided for the study. നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തിട്ടുള്ള
പേഴ്സൺസിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഏജൻസിയുടെയും പേരുകൾ രേഖപ്പെടുത്താനുള്ളതാണ് അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ടേബിൾ ഓഫ് കണ്ടൻസ്. ദിസ് ഈസ് ദ ടേബുലാർ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ കണ്ടൻസ് ഓഫ് ദ പേപ്പർ പുട്ട് ഇൻ എ നട്ട് ഷെൽ. It provides a clear idea about the contents and the order and sequence in which they are narrated in the thesis or paper. ടേബിൾ ഓഫ് കണ്ടൻസ് നമുക്ക് അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചും പേപ്പറിൽ വിവരിച്ചിരിക്കുന്ന ക്രമത്തെയും കുറിച്ചുള്ള വ്യക്തമായ ആശയം നൽകും. അടുത്തത് അബ്സ്ട്രാക്റ്റ്. Abstract is a very brief description of the sum and substance of the project. It includes a brief statement of the problem, a brief summary of the means and measurements adopted in collecting data, a mention of the experiments done, and the crux of the conclusions and findings of the investigation. Abstract എന്ന് പറയുന്ന ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ്. അതിൽ നമ്മുടെ പ്രോബ്ലത്തെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെരിമെൻറ്റ് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കൺക്ലൂഷൻസ്, പിന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻസിലെ നമ്മുടെ ഫൈൻഡിങ്സ്, ഇവയൊക്കെയാണ് അബ്സ്ട്രാക്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. In student projects, a certificate also is included in the preliminaries. In the case of student projects, a certificate from the supervising authority has to be attached to the thesis. Usually, the certificate is placed just after the title page. Apart from the title page, a declaration of the student has to be provided stating that the work is original, done all by himself or herself, it has not been previously submitted to any other body, nor it has been published earlier in any form, and it does not contain the data and result of any other study. ടൈറ്റിൽ പേജ് കൂടാതെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഒരു ഡിക്ലറേഷനും ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്നത് വർക്ക് ഒറിജിനൽ ആണെന്നും ഇത് അവർ തന്നെ ചെയ്തതാണെന്നും അതുപോലെ തന്നെ ഇത് മുമ്പ് മറ്റെന്തെങ്കിലും ബോഡിക്ക് സമർപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോർമാറ്റിൽ മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടില്ല, കൂടാതെ മറ്റേതെങ്കിലും പഠനത്തിൻ്റെ ഡാറ്റയും ഫലങ്ങളും ഇതിൽ അടങ്ങിയിട്ടില്ല, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡിക്ലറേഷൻ, സ്റ്റുഡൻസിൻ്റെ ഒരു ഡിക്ലറേഷനും ഇതിൻ്റെ ഒപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ദ ഡിക്ലറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സർട്ടിഫിക്കറ്റ്. ഇത്രയൊക്കെയാണ് പ്രിലിമിനറീസിൽ വരുന്നത്. നെക്സ്റ്റ് സെക്ഷൻ ടെക്സ്റ്റ്. ടെക്സ്റ്റ് ഈസ് ദ മെയിൻ ബോഡി ഓഫ് ദ സയൻറ്റിഫിക് പേപ്പർ. ടെക്സ്റ്റ് ഹാസ് 6 subsections: ഇൻട്രൊഡക്ഷൻ, റിഫറൻസ് ആൻഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, methodology, observations and result, discussion and conclusion. First, introduction. Introduction is the first part of the text of the paper. And in the introduction, the background of the problem has to be explained. The reason why the problem has been selected for study has to be made clear. The scope and the limitations of the study has to be indicated. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ ഈ പ്രശ്നം പഠനത്തിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നമ്മളവിടെ ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ സ്റ്റഡിയുടെ സ്കോപ്പ്, ഈ സ്റ്റഡിയുടെ ലിമിറ്റേഷൻസ് ഒക്കെ നമ്മളവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണം. സെക്കൻഡ്, റിഫറൻസ് ആൻഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. Reference and review of literature related to the problem under study is very vital part of every investigation. It would enable the investigator to know whether the proposed study has been done earlier by anybody else, to know whether the techniques used are perfect or faulty, and to set the project in the right track. ഈ റെഫറൻസ് അല്ലെങ്കിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഇൻവെസ്റ്റിഗേറ്ററെ ഒരുപാട് സഹായിക്കും. എന്തിന്? ഈ നമ്മൾ ഈ ചെയ്യുന്ന സ്റ്റഡി മറ്റാരെങ്കിലും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സൊക്കെ കറക്റ്റാണോ അതോ തെറ്റാണോ, അതുപോലെ തന്നെ ഇത് കറക്റ്റ് ട്രാക്കിൽ തന്നെയാണോ ഈ പ്രൊജക്റ്റ് പോകുന്നത്, ഇതൊക്കെ അറിയാൻ വേണ്ടി ഇൻവെസ്റ്റിഗേറ്ററെ റെഫറൻസ് അല്ലെങ്കിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ സഹായിക്കും. മെത്തഡോളജി. It includes the materials and procedures of the investigation. Research methodologies are two major kinds, namely laboratory-centered research and field-oriented research. Laboratory-centered research includes details regarding experimental specimens, method of sample selection, experimental setup used, procedures adopted for experimentation, etc. Field-oriented research includes details regarding the study area, method of sample selection, study period, procedures used for experimentation, etc. Next, observations and result.
This section of the scientific paper contains the data collected in the course of the investigation. ഇൻവെസ്റ്റിഗേഷൻ്റെ ടൈമിൽ കളക്ട് ചെയ്ത ഡാറ്റ അതാണ് ഈ സെക്ഷനിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്. Discussion is the most important part of the thesis of scientific paper. It contains valid arguments and explanation to substantiate the result, often with a scientific analysis and interpretation of the data and the result. Next, conclusion. Conclusion is a statement of a scientific truth that has been relieved by an investigatory study. It should be clear, derived by reasoning and supported by evidence. ഇത്ര കാര്യങ്ങളൊക്കെയാണ് ടെക്സ്റ്റിൽ വരുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ബൈലോഗ്രഫിയാണ്. ബൈലോഗ്രഫി ഈസ് എ ലിസ്റ്റ് ഓഫ് റെഫറൻസ് മെറ്റീരിയൽസ്. റെഫറൻസ് മെറ്റീരിയലിൻ്റെ ഒരു ലിസ്റ്റാണ് ബൈലോഗ്രഫി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അപ്പൻഡിക്സ്. Appendix is a section that contains extra information not given elsewhere in the scientific paper. സയൻറ്റിഫിക് പേപ്പറിൽ എവിടെയും കൊടുക്കാത്ത ഇൻഫോർമേഷൻസ്, എക്സ്ട്രാ ഇൻഫോർമേഷൻ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ സെക്ഷനിലാണ് കൊടുക്കുക. നെക്സ്റ്റ് we discuss about the oral presentation of the thesis. Oral presentation is the direct presentation of the methodology and finding of a research work before a public audience. പബ്ലിക് ഓഡിയൻസിൻ്റെ മുമ്പിൽ നിങ്ങളുടെ റിസർച്ച് വർക്കിൻ്റെ ഫൈൻഡിങ്സ് ഒക്കെ ഡയറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് ഓറൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ ചാൻസ് ഫോർ ദ ഓഡിയൻസ് ടു ഡിസ്കസ്, അനാലിസ് ആൻഡ് ക്രിറ്റിസൈസ് ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദ റിസർച്ച് ആൻഡ് ഓൾസോ ടു ക്ലിയർ ദെയർ ഡൗട്ട്സ് ബൈ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. ഈ ഓറൽ പ്രസൻറ്റേഷൻ ഓഡിയൻസിന് ഒരു ചാൻസ് പ്രൊവൈഡ് ചെയ്യാണ് ടു ഡിസ്കസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ക്രിറ്റിസൈസ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഡൗട്ട്സൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യാനുമുള്ള ഒരു ചാൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Also, it provides the researcher a chance to explain his views, to narrate his arguments, to convincingly present his conclusions, and to communicate his findings to the general public. ഓഡിയൻസിന് ചാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ റിസർച്ചറിനും ഇതൊരു ചാൻസ് ആണ്. എന്തിന്? റിസർച്ചറിൻ്റെ വ്യൂസ് എക്സ്പ്ലെയിൻ ചെയ്യാനും ആർഗ്യുമെൻറ്റ്സ് നരേറ്റ് ചെയ്യാനും കൺക്ലൂഷൻസ് കൺവിൻസിംഗ്ലി പ്രസൻറ്റ് ചെയ്യാനും ഫൈൻഡിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പബ്ലിക്കുമായിട്ട് ഫൈൻഡിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഇതൊരു ചാൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓറൽ പ്രസൻറ്റേഷൻ ഈസ് ഓഫ്റ്റൻ മെയ്ഡ് മോർ ഇഫക്റ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് സച്ച് ആസ് ഓവർഹെഡ് പ്രൊജക്ടർ, ഫിലിം പ്രൊജക്ടർ, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, കമ്പ്യൂട്ടർ അനിമേഷൻ എക്സെട്ര. അതുപോലെ തന്നെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് ഓറൽ പ്രസൻറ്റേഷൻ മോർ എഫക്റ്റീവ് ആക്കാനും മോർ ഇൻട്രസ്റ്റിംഗ് ആക്കാനും സാധിക്കും. താങ്ക് യു.